ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ മൊബൈൽ സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ? കാരണം ചിലർ എനിക്ക് വാട്സാപ്പിൽ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് വീഡിയോസിൽ മെസ്സേജ് ഇടുന്നൊരു കാര്യമാണ്, ആ രീതിക്ക് മൊബൈൽ സ്റ്റാൻഡ് വെച്ചാൽ ശരിയായില്ല, അല്ലെങ്കിൽ ആ രീതി തെറ്റാണ്. ശരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ മൊബൈൽ സ്റ്റാൻഡ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു രീതിയുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. കാരണം പല ടൈപ്പ് മൊബൈൽ സ്റ്റാൻഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഗ്ലാസ്സിൽ വെക്കുന്ന ടൈപ്പ്, AC വെൻറ്റിൽ വെക്കുന്ന ടൈപ്പ്, ഈ റിയർ വ്യൂ മിററിൽ വെക്കുന്ന ടൈപ്പ്, അങ്ങനെ ഒരുപാട് ടൈപ്പുകളുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ശരിക്കുള്ള രീതി, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മളൊരു മൊബൈൽ ഹോൾഡർ അല്ലെങ്കിൽ ഒരു മൊബൈൽ സ്റ്റാൻഡ് വെക്കുന്ന സമയത്ത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Next. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിനകത്ത് പറയാൻ പോകുന്നൊരു കാര്യം, നമ്മൾ വാഹനത്തിൽ ഒരു മൊബൈൽ സ്റ്റാൻഡ് വെക്കും. പല ടൈപ്പ് മൊബൈൽ സ്റ്റാൻഡുകളുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു മൊബൈൽ സ്റ്റാൻഡ് എടുത്ത് പറയുന്നില്ല. ഞാൻ ഏതായാലും ഈ സ്റ്റാൻഡിനെ കുറിച്ച്, അല്ലെങ്കിൽ നല്ല മൊബൈൽ സ്റ്റാൻഡ് ഏതെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് കൂടി ഇട്ടേക്കാം. ഞാൻ ഉറപ്പായിട്ടും ഏറ്റവും നല്ലൊരു മൊബൈൽ സ്റ്റാൻഡ് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ, ഞാൻ യൂസ് ചെയ്ത കുറച്ച് ടൈപ്പുകൾ മാത്രമാണ് ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് പറയുന്നത്. അതായത് പല ടൈപ്പുകളുണ്ട്. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ AC വെൻറ്റിൽ വെക്കുന്ന ടൈപ്പുണ്ട്. AC വെൻറ്റിൽ വെക്കുന്ന ടൈപ്പ് ഞാൻ അത്രയും സജസ്റ്റ് ചെയ്തില്ല. പക്ഷേ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അതിനകത്ത് വരുന്നൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഹീറ്റ് ആകാതിരുന്നുള്ളൂ. അതായത് ഞാനിപ്പം ഈ ഒരു ഫോൺ വെക്കുകയാണ്, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ ഹീറ്റ് ആകത്തില്ല. പക്ഷേ ഇവിടെ വരുന്നൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ AC വരുന്ന കാറ്റ്, അല്ലെങ്കിൽ ആ ACയുടെ എയർ ഫ്ലോ തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത് നമുക്ക്. അതായത് വാഹനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് അതിൻ്റെ ACയുടെ ഫ്ലോ കിട്ടത്തില്ല. അതുകൊണ്ട് കഴിവതും ഞാൻ ഒരു കാരണവശാലും AC വെൻറ്റിൽ വെക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാറില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഗ്ലാസ്സിൽ വെക്കാൻ സാധിക്കും. അതായത് നമ്മുടെ വിൻഷീൽഡ് ഗ്ലാസ് വെക്കാൻ സാധിക്കും. സൈഡ് ഗ്ലാസ്സിൽ ക്വാർട്ടർ ഗ്ലാസ് വരുന്ന മോഡൽ വാഹനങ്ങൾക്കെല്ലാം ക്വാർട്ടർ ഗ്ലാസ് വെക്കാൻ പറ്റും. കാരണം ഈ പറയുന്ന ക്വാർട്ടർ ഗ്ലാസ് തുറക്കുകയോ അടയ്ക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ വെച്ചാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ പറയുന്നൊരു പില്ലർ, അതായത് A പില്ലർ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. കാരണം പലർക്കും അറിയാം, A പില്ലർ കാരണം നമ്മളൊരു സൈഡിലോട്ട് തിരിക്കുകയാണെങ്കിൽ, റൈറ്റ് കണക്ക് എടുക്കുകയാണെങ്കിൽ ആ സൈഡിൽ നിന്ന് ഒരു വാഹനം വരുന്നത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കത്തില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ഇടുക. കാരണം നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കാര്യം ഒന്ന് കമൻറ്റിലിടണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, A പില്ലർ നമുക്കൊരു തടസ്സം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മൊബൈൽ സ്റ്റാൻഡ് പിടിപ്പിക്കുന്ന സമയത്ത്, ഞാൻ ചിലർ കണ്ടിട്ടുണ്ട് സെൻറ്റർ, അതായത് നമ്മുടെ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ സെൻറ്ററിൽ പിടിപ്പിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ തെറ്റായ രീതിയാണ്. ഒരു കാരണവശാലും വിൻഷീൽഡ് ഗ്ലാസിൻ്റെ സെൻറ്റർ പോർഷനിൽ പിടിപ്പിക്കാൻ പാടില്ല. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഒരു കാരണവശാലും അവിടെ പിടിപ്പിക്കരുത്. സെൻറ്റർ പോർഷനിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വാഹനം സ്ട്രെയിറ്റ് ഓടിക്കുമ്പോൾ ഈ ഒരു പോർഷൻ്റെ വ്യൂ ആണ് നമുക്ക് തടസ്സപ്പെട്ടു പോകുന്നത്. അതായത് അത്രയും പോർഷൻ്റെ കാഴ്ച നമുക്ക് തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കാഴ്ച അവിടെ തടസ്സപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും വരുന്നൊരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആ ഒരു വിഷൻ അവിടെ തടസ്സപ്പെടുകയാണ്. വേറൊരു വാഹനം വരുമോ അല്ലെങ്കിൽ ആരെങ്കിലും അതിൽ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫോൺ എപ്പോഴും വെക്കുന്നത് നമുക്കും കാണാൻ സാധിക്കണം, പക്ഷേ നമുക്കതൊരു ബുദ്ധിമുട്ടാകാനും പാടില്ല. ഫോൺ ഇരിക്കുന്നതായിട്ട് പലരും അറിയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ ഒരു രീതി ഞാൻ നോക്കിയെടുത്തോളം ഈ താഴെ, അതായത് ഈ താഴത്തെ പോർഷനിൽ A പില്ലറിൻ്റെ താഴെയായിരുന്നു ഞാൻ ആദ്യം വെച്ച് നോക്കിയത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആ ഒരു സൈഡിലെ വ്യൂ നമുക്ക് കിട്ടില്ല. അപ്പം ഞാൻ നോക്കിയപ്പോഴേക്കും ഈ ഒരു സൈഡ് നോക്കി, സെൻറ്റർ പോർഷൻ നോക്കി, ഒന്നും രക്ഷയില്ല. പിന്നെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ സൈഡിലോട്ട് വല്ലതും വെക്കണം. അപ്പോൾ ഈ ഡോറ് തുറക്കുക അല്ലെങ്കിൽ ഈ ഗ്ലാസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതും സാധിക്കത്തില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വഴി എന്ന് ചോദിച്ചാൽ, മേലത്തെ പോർഷനിൽ, ഈ ഒരു പോർഷനിൽ വെച്ചാൽ അത്രയും ബുദ്ധിമുട്ട് വരാറില്ല. ഞാൻ പലപ്പോഴും ഇവിടെ വെച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പോർഷനിൽ വെച്ചാണ് ഞാൻ ഈ ഒരു മൊബൈൽ ഹോൾഡർ യൂസ് ചെയ്തിരുന്നത്. വലിയ കുഴപ്പമില്ലാത്തൊരു ഹോൾഡറാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ പറയാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു മൊബൈൽ ഹോൾഡർ ഞാൻ വെച്ചിരുന്ന ഈ ഒരു പോർഷനിലായിരുന്നു. കുറച്ചും ഇങ്ങോട്ട് തള്ളിയായിരുന്നു. ഒരു എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള റോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താണ് ഞാൻ ഈ ഒരു ഹോൾഡർ ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു വെച്ചിരുന്നത്. ഇത് ഏറ്റവും നല്ലൊരു പൊസിഷനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, മേളത്തെ പോർഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് സ്ട്രെയിറ്റ് നോക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ രീതിക്ക് നമുക്ക് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചാലും ബുദ്ധിമുട്ട് വരുന്നില്ല. ഇവിടെ താഴെയാണെങ്കിൽ നമ്മളിങ്ങനെ താഴെ ശ്രദ്ധിച്ച് പോകുമ്പോൾ സ്ട്രെയിറ്റ് വരുന്ന, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന, ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പോർഷനിൽ, അതായത് മേളത്തെ ഒരു പോർഷനിൽ പിടിപ്പിക്കുകയെങ്കിൽ അത് നല്ലതാണ്. പിന്നെ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ടൈപ്പ്. ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ റിയർ വ്യൂവിൻ്റെ ബാക്കി പിടിപ്പിച്ച് ഈ ഒരു സൈഡിൽ നമുക്ക് മാഗ്നറ്റിക് അറ്റാച്ച്മെൻറ്റ് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതാണെങ്കിലും വരുന്നൊരു തടസ്സം എന്ന് പറഞ്ഞാൽ, ഇത്രയും പോർഷൻ ഇവിടെയും കവർ ആകുകയാണ്. നമുക്ക് ഈ ഒരു സൈഡിൽ ഒരു വിസിബിലിറ്റി കുറവ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഞാൻ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഒരു വിസിബിലിറ്റി കുറവ് നമുക്ക് 100% ഫീൽ ചെയ്യും ഈ ഒരു മോഡൽ വെക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഇത് വേറെ എവിടെയെങ്കിലൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ വെക്കാൻ സാഹചര്യം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാരണവശാലും മൊബൈൽ ഫോൺ ഒരു പരിധിയിൽ കൂടുതൽ താഴെ വെക്കാൻ പാടില്ലെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമുക്കിങ്ങനെ താഴോട്ട് നോക്കേണ്ടി വരും. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോയുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ താഴെ വെക്കാൻ റെക്കമെൻഡ് ചെയ്തില്ല. പക്ഷേ ഈ ഒരു സൈഡിലാണെങ്കിൽ പോലും നമ്മുടെ വിസിബിലിറ്റി ഓക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ വരുന്നൊരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കാഴ്ചയിൽ, അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതേ സ്ഥാനത്ത് മേളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് കാണാനും സാധിക്കും. ഇത് എൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടുക. കാരണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കൂടെ എനിക്ക് കൃത്യമായിട്ട് അറിയണം. കാരണം അങ്ങനെ ചെയ്യുന്നത് നല്ലതാണോ, അതോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വേറെ വരാനുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്തോണം.